നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 5. ദരിദ്രരുടെ പരാതി. ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രീപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രീപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി. പ്രമാണിമാരുടെയും സേവകന്മാരുടെയും മേൽ കുറ്റമാരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു. അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചുകൂട്ടി. ഞാൻ പറഞ്ഞു, ജനതകൾ വിലക്ക് വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്ത്, എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു. ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ശത്രു ജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? കൂടാതെ ഞാനും സഹോദരന്മാരും ഭൃത്യരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു. പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലിവ് തോട്ടങ്ങളും ഭവനങ്ങളും പണം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങളവ തിരിച്ചു കൊടുക്കാം. അവരിൽ നിന്ന് ഞങ്ങളൊന്നും ആവശ്യപ്പെടുകയില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടിക്കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ശപഥം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ. അങ്ങനെ അവന് എല്ലാം നഷ്ടപ്പെടട്ടെ. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു. അവർ പ്രതിജ്ഞ പാലിച്ചു. അർത്താക്സർക്സസ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം ഞാൻ യൂദായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടതു മുതൽ അവൻ്റെ 32-ാം ഭരണവർഷം വരെ 12 വർഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല. എൻ്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിൻ്റെ മേൽ ഭാരം ചുമത്തുകയും 40 ഷെക്കൽ വെള്ളിക്ക് പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു. അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ മതിൽ പണിയിൽ ദത്തശ്രദ്ധനായിരുന്നു. ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല. എൻ്റെ ഭൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്ക് പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി 150 പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു. ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത 6 ആടുകളും അതിനൊത്ത കോഴികളുമാണ് വേണ്ടിയിരുന്നത്. 10 ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു. എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതോർത്ത് എനിക്ക് നന്മ വരുത്തണമേ. നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 6. നെഹമ്യായ്ക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗഷേമും മറ്റ് ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗഷേമും എനിക്ക് സന്ദേശം അയച്ചു, വരുക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്കൊരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരിക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്? അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് ഭൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു,
നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗഷേമും അതുതന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവുണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകരെ നിയോഗിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരുക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല. എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകുമെന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിലായിരുന്ന ഷെമായയുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹദാബേലിൻ്റെ പുത്രനായ ദലായയുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ചിരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു. രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ? എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാനത് ചെയ്യുകയില്ല. അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തത് കൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എൻ്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റ് പ്രവാചകന്മാരെയും ഓർക്കണമേ. മതിൽ പൂർത്തിയാകുന്നു. അങ്ങനെ 52-ാം ദിവസം എലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിടപാടുകളുണ്ടായിരുന്നു. അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. തോബിയായുടെ പുത്രൻ യോഹന്നാൻ ബറേക്കിയയുടെ പുത്രൻ മെഷുല്ലാമിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദായിൽ പലരും അവൻ്റെ പക്ഷത്തായിരുന്നു. അവർ എൻ്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞവയെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്ക് ഭീഷണി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 7. മതിലിൻ്റെ പണി തീർന്നു. കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സഹോദരൻ ഹനാനിയെയും കോട്ടക്കാവൽക്കാരുടെ അധിപനായ ഹനാനിയെയും ജെറുസലേമിൻ്റെ ഭരണമേൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറുസലേമിൻ്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം. ജെറുസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താന്താങ്ങളുടെ ഭവനത്തിൻ്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം. തിരിച്ചു വന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു. നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി. അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറുസലേമിലും യൂദായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യെശുവ, നെഹെമിയ, അസറിയ, റാമിയ, നഹമാനി, മൊർദെക്കായി, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നേഹൂം, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക്: പരോഷ് കുടുംബത്തിൽ 2172, ഷഫാത്തിയ കുടുംബത്തിൽ 372, ആര കുടുംബത്തിൽ 652, പഹാത്ത് മൊവാബ് കുടുംബത്തിൽപ്പെട്ട യെശുവയുടെയും യോവാബിൻ്റെയും സന്തതികളായി 2818, ഏലാം കുടുംബത്തിൽ 1254, സാത്തു കുടുംബത്തിൽ 845, സക്കായ് കുടുംബത്തിൽ 760, ബിന്നൂയി കുടുംബത്തിൽ 648, ബേബായി കുടുംബത്തിൽ 628, അസ്ഗാദ് കുടുംബത്തിൽ 2322, അദോനിക്കാം കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067,
ആദിൻ കുടുംബത്തിൽ 655, ആദർ എന്നറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ 98, ഹാഷും കുടുംബത്തിൽ 328, ബസായി കുടുംബത്തിൽ 324, ഹാരിഫ് കുടുംബത്തിൽ 112, ഗബയോൻ കുടുംബത്തിൽ 95, ബെത്ലഹേമിലെയും നെത്തോഹാഫിലെയും പുരുഷന്മാർ 188, അനാത്തോത്തിലെ പുരുഷന്മാർ 128, ബേത്ത് അസാമത്തിലെ പുരുഷന്മാർ 42, കിരിയാത്തയാറീം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിഗ്മാസിലെ പുരുഷന്മാർ 122, ബദേലിലെയും ആയിയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലാം കുടുംബത്തിൽ 1254, ഹാരിം കുടുംബത്തിൽ 320, ജെറീക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേന കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ യെശുവ കുടുംബത്തിൽ യദായുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാരിം കുടുംബത്തിൽ 1017, ലേവ്യർ ഹൊദേവ കുടുംബത്തിൽ യെശുവയുടെയും കദ്മിയേലിൻ്റെയും സന്തതികൾ 74, ഗായകർ ആസാഫ് കുടുംബത്തിൽ 148, വാതിൽ കാവൽക്കാർ ഷല്ലും, ആദർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ഷോബായ് എന്നിവരുടെ സന്തതികൾ 138, ദേവാലയ ശുശ്രൂഷകർ സീഹ, ഹസൂഫ, തബാവോത്ത്, കെറോസ്, സിയ, പാദോൻ, ലബാന, ഹഗാബ, ഷൽമായി, ഹനാൻ, ഗിദേൽ, ഗഹാർ, റയായ, റസിൻ, നെക്കോദ, ഗസാം, ഉസ, പാസേയ, ബേസായ്, മെയൂനിം, നെഫൂഷേസിം, ബക്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബാസ്ലിത്ത്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമൻ്റെ സേവകരുടെ പുത്രന്മാർ സോത്തായ്, സൊഫെറത്ത്, പെരീദ, യാല, ദാർക്കോൻ, ഗിദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കേരത്ത്, ഹസേബായിം, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ സേവകന്മാരും ആകെ 392 പേർ. തെൽമേല, തെൽഹർഷ, കെരൂബ്, അദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേലരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹൊബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ സന്തതികൾ. ബർസില്ലായ് കുടുംബക്കാരുടെ പൂർവികൻ ഗിലെയാദുകാരൻ ബർസില്ലായുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിതഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമുമുള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. ജനം ആകെ 47,360 പേർ. ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337 പേരും ഗായകന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ഷാളനപാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേലരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7-ാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു. നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 8.
നിയമം പരസ്യമായി വായിക്കുന്നു. ജനം ഒറ്റക്കെട്ടായി ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. മത്തീത്തിയ, ഷേമ, അനായ, ഉറിയ, ഹിൽക്കിയ, മാസേയ എന്നിവർ അവൻ്റെ വലത്തുവശത്തും പെദായ, മിഷായേൽ, മൽക്കിയ, ഹഷൂം, ഹഷ്ബദാന, സക്രിയ, മെഷുല്ലാം എന്നിവർ ഇടതുവശത്തും നിന്നിരുന്നു. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുകെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുതനായ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനങ്ങൾ കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. യശുവ, ബാനി, ഷെറേബിയ, യാമിൻ, അക്കൂബ്, ഷബേത്തായി, ഹോദിയ, മാസയ, കെലീത്ത, അസറിയ, യോസാബാദ്, ഹനാൻ, പെലായ എന്നീ ലേവ്യർ സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹമിയായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ. ഈ ദിവസം വിശുദ്ധമാണ്. വിലാപമരുത് എന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്ത് ചെന്നു. 7-ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേലിയർ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശ വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയാങ്കണത്തിലും ജലകവാടത്തിനും എഫ്രായിം കവാടത്തിനും സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിൻ്റെ പുത്രൻ ജോഷുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു.